ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്തയ്ക്ക് നേരെ ആക്രമണം. ഔദ്യോഗിക വസതിയിൽ നടത്തിയ ജനസമ്പർക്ക പരിപാടിക്കിടെയാണ് സംഭവം. ഇന്ന് രാവിലെയാണ് സംഭവം. പരാതിക്കാരനെന്ന വ്യാജേന എത്തിയ ആൾ ആക്രമിക്കുകയായിരുന്നു. വിവരങ്ങളുമായി കെ പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത ഔദ്യോഗിക വസതിയിൽ നടത്തിയ ജനസമ്പർക്ക പരിപാടിക്കിടെയാണ് ആക്രമണം ഉണ്ടാകുന്നത്. ഇത് സംബന്ധിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? സുരക്ഷാ വീഴ്ച സംബന്ധിച്ച അത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അറിയാൻ കഴിയുന്നത്? എല്ലാ ദിവസവും ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത ഇത്തരത്തിൽ ജനസമ്പർക്ക പരിപാടി, ജനങ്ങളിൽ നിന്ന് നേരിട്ട് പരാതി സ്വീകരിക്കുകയും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയും ചെയ്തൊരു പരിപാടി ഇപ്പോൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായത് എല്ലാ ദിവസവും തുടർച്ചയായി നടന്നുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അതിനിടയിലാണ് ഇന്ന് സിവിൽ ലൈനിലുള്ള മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് ഇന്ന് ഇത്തരത്തിലൊരാൾ എത്തുകയും 35 വയസ്സ് പ്രായം തോന്നുന്ന ഒരാളാണ് എത്തിയത്. ഈ പരാതി കൊടുക്കാനെന്ന തരത്തിലേക്ക് അകത്ത് കയറുകയും ചില പേപ്പറുകൾ ഉയർത്തി കാണിച്ച് സമീപത്ത് എത്തുകയുമാണ് ചെയ്തത്. ഇതിനിടയിൽ തന്നെ ഭാരമുള്ള വസ്തു കൊണ്ട് രേഖാ ഗുപ്തയുടെ മുഖത്തേക്ക് അടിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ ഗുരുതരമായ സുരക്ഷാ വീഴ്ച ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായി എന്നുള്ള വിലയിരുത്തലാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ നടപടികൾ ഉണ്ടാകുമെന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഡൽഹി പോലീസ് കമ്മീഷണർ സംഭവ സ്ഥലത്തേക്ക് എത്തി, വസതിയിലെത്തി മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയൊക്കെ ചെയ്തിരുന്നു. പ്രധാന നേതാക്കളുമെല്ലാം തന്നെ രേഖാ ഗുപ്തയുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ ഏത് തരത്തിലാണ് ഈ സംഭവം ഉണ്ടായതെന്ന് സംബന്ധിച്ചാണ് ഇപ്പോൾ പരിശോധന പൂർണ്ണമായും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ആക്രമണം നടത്തിയ ആളെ പോലീസ് അറസ്റ്റ് ചെയ്ത് സിവിൽ ലൈൻ പോലീസ് സ്റ്റേഷനിൽ ഇയാളുണ്ട്. അയാളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ, ഏതെങ്കിലും തരത്തിൽ മാനസിക പ്രശ്നമുള്ള ആളാണോ, മറ്റേതെങ്കിലും തരത്തിലുള്ള വൈരാഗ്യത്തിന്റെ പേരിലാണോ, ഏതെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും പോലീസ് പരിശോധിക്കുന്നത്. ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്നുണ്ട് പോലീസ് കമ്മീഷണർ അടക്കം വ്യക്തമാക്കുകയുമൊക്കെ ചെയ്തിട്ടുണ്ട്. ഏതായാലും ഗുരുതരമായ ഒരു സുരക്ഷാ വീഴ്ച എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇത്തരത്തിലൊരു സമീപനം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ നിരവധിയായ ആളുകൾ പരാതി നൽകാൻ എത്തുന്ന സാഹചര്യത്തിൽ ഏത് തരത്തിലുള്ള ഒരു സ്കൂട്ടണി, ഒരു പരിശോധന അവരെ സംബന്ധിച്ച് നടത്തുമെന്നുള്ളതാണ് പ്രധാന ഒരു ആശങ്കയായി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇതിനൊരു ക്രമീകരണം വരാനുള്ള ഒരു സാധ്യതയാണ് നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ച് വിവിധ ആളുകൾ വിവിധ സ്ഥലങ്ങളിൽ നിന്നൊക്കെ എത്തുന്നു. പരാതി നൽകാൻ എത്തുന്നവരുടെ പ്രതികരണങ്ങൾ കൂടെ വന്നിട്ടുണ്ട്. അവർ പറയുന്നത് ഏറ്റവും സുഗമമായ രീതിയിൽ നടക്കുന്ന ഒരു പരിപാടിയാണ് ജനസമ്പർക്ക പരിപാടി. ഞങ്ങളെ സംബന്ധിച്ച്, സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുമായി നേരിട്ട് സംവദിക്കാനും തങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാനുമുള്ള ഒരു പരിപാടിയാണ്. പക്ഷേ അതിലേക്ക് ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായത് ആ പരിപാടി തന്നെ അവസാനിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളതാണ്. പക്ഷേ BJP ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് സുരക്ഷ വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അതോടൊപ്പം തന്നെ ഈ പരിപാടിയും തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോവുകയും ഒപ്പം തന്നെ പൂർണ്ണ പിന്തുണ, അതായത് പോലീസിന്റെയും സുരക്ഷാ സംവിധാനങ്ങളുടെ ഭാഗത്തുനിന്നും ഒപ്പം തന്നെ പാർട്ടിയുടെ ഭാഗത്തുനിന്നും മുഖ്യമന്ത്രിക്ക് പൂർണ്ണ പിന്തുണ നൽകാൻ തന്നെയാണ് BJP ഇപ്പോൾ തീരുമാനിച്ചത്. ഏതായാലും ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നു. അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിലേക്ക് എത്തിയെങ്കിൽ മാത്രമാണ് എന്ത് തരത്തിലുള്ള പ്രകോപനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു പ്രതികരണം ഉണ്ടായതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രശാന്ത് സൂചിപ്പിച്ച പോലെ തന്നെ എല്ലാ ദിവസവും നടക്കുന്ന ഒരു പരിപാടിയാണ്. പരാതിക്കാരനെന്ന വ്യാജേനയാണ് ഇയാൾ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് എത്തുന്നത്. ഭാരമേറിയ വസ്തു ഉപയോഗിച്ച് ആക്രമിക്കുകയാണുണ്ടായത്. മുഖ്യമന്ത്രിയുടെ ആരോഗ്യനില സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളൊക്കെ എങ്ങനെയാണ്? രേഖാ ശർമ്മയെ ഇപ്പോൾ ആശുപത്രിയിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് സംബന്ധിച്ചൊക്കെയുള്ള വിവരങ്ങൾ എങ്ങനെയാണ് ലഭ്യമാകുന്നത്? സിവിൽ ലൈൻ റോഡിൽ തന്നെയുള്ള ആശുപത്രിയിലാണ് മുഖ്യമന്ത്രി ഇപ്പോൾ താൽക്കാലികമായി പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ആരോഗ്യനില തൃപ്തികരമെന്ന് തന്നെയാണ് പറയുന്നത്. മുഖത്താണ് അടിയേറ്റുള്ളത്. അതുകൊണ്ട് മറ്റ് വേറെ തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഈ നിലവിലുള്ള പരിശോധന തുടരുക തന്നെയാണ്. ഡോക്ടർമാർ വിശദമായി മുഖ്യമന്ത്രി നിരീക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് BJP വൃത്തങ്ങളും ഒപ്പം തന്നെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ആശങ്കപ്പെടാനുള്ള സാഹചര്യങ്ങളൊന്നും തന്നെയില്ല. പക്ഷേ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എങ്ങനെയാണ് അവിടേക്ക് ഒരാൾ എത്തിയത്, മാത്രമല്ല പേപ്പറുകളാണ് അയാളുടെ കൈവശം ഉണ്ടായിരുന്നതായി ഉദ്യോഗസ്ഥർ പറയുന്നത്. പക്ഷേ വളരെ പെട്ടെന്ന് അയാളുടെ കയ്യിലെ പേപ്പറിന് അപ്പുറത്തേക്ക് ഒരു ഭാരമുള്ള വസ്തു ഉണ്ടായിരുന്നു. ആ വസ്തു ഉപയോഗിച്ച് ഇയാൾ ഉപദ്രവിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ വസ്തുക്കളുമായി എങ്ങനെയാണ് ഇയാൾക്ക് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് എത്താൻ കഴിഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പരിശോധിക്കുന്നത്. ഏതായാലും ഈ ഘട്ടത്തിൽ വിശദമായി മുഖ്യമന്ത്രി പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ പ്രതികരണങ്ങൾ വരുന്ന മണിക്കൂറുകൾ തന്നെ ഉണ്ടാകും. അമ്പിളി.